ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കിൾ പെർമ്യൂട്ടേഷൻ. സൈക്കിൾ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ സൈക്കിൾ എന്താന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കിട്ടിയോ? അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കൂ, പെർമ്യൂട്ടേഷനിലെ ഒരു വിഭാഗമാണ് സൈക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു സെറ്റ്, ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. എടുക്കുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് നേരത്തെ എടുത്തിട്ടുള്ള 1 2 3 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ 1 2 3 വേണമെങ്കിൽ 4 5 6 കിട്ടിയോ? അപ്പം ഞാൻ ഇവിടെ ഒരു സൈക്കിൾ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഞാനൊരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പെർമ്യൂട്ടേഷൻ ആണ് കേട്ടോ അത്. അപ്പോൾ നോക്കൂ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പം ഞാൻ മേലെ ഡൊമെയിൻ സെറ്റ് മേലെ എഴുതി, ഇനി ഇമേജാണ് താഴെ എഴുതാൻ പോകുന്നത്. കിട്ടിയോ? അപ്പോൾ ഒരു സൈക്കിൾ ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 3 പോയി, അതായത് 1 3 മാപ്പ് ചെയ്തു, 3 2 പോയി എന്ന് വിചാരിക്കുക, 2 4 പോയി എന്ന് വിചാരിക്കുക, 4 5 പോയി, 5 6 വന്നു, 6 1. അപ്പോൾ ഇത് നോക്കൂ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം നോക്കൂ, ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. 1 3 പോയി, 1ൽ നിന്ന് തുടങ്ങി 1 3 പോയി. 3 എങ്ങോട്ട് പോയി? 2 പോയി. 2 എങ്ങോട്ടാണ് പോകുന്നത്? 4 പോയി. 4 5 പോയി. 5 6 6 1. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1 3 2 4 5 6 എഗെയിൻ 6 പോകുന്ന 1. അപ്പോൾ ഇതിങ്ങനെ 1 3. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ എഴുതിയിട്ടില്ല, നമ്മൾ ഇമേജ് സെറ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 3 പോകുന്നത്, 3 2 പോകുന്നു, 2 4 പോകുന്നു, 4 5 പോകുന്നു, 5 6 പോകുന്നു, 6 1 വരുന്നു അല്ലേ. 1 3 പോയി, 3 2 പോകുന്നു, 2 4 പോകുന്നു, 4 5 പോകുന്നു, 4 5 പോകുന്നു, 5 6 പോകുന്നു, 6 എഗെയിൻ എവിടെ തന്നെ എത്തി? 1 തന്നെ. അപ്പോൾ ഒരു സൈക്കിൾ പോലെ. കിട്ടിയോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു സൈക്കിൾ. ഇതൊരു സൈക്കിളാണ്. എന്താണ് ഇപ്പം നമ്മൾ ഈ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. എസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന, എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനെ നമുക്ക് S6 അല്ലേ, S6 എന്ന് എഴുതി കൂടെ? ഞാൻ പറഞ്ഞു SYM എസ് എന്ന് പറഞ്ഞാലും ഇവിടെ എസ് എന്ന് പറയുന്ന സെറ്റ് 6 ലെറ്റേഴ്സ്, S6 എന്ന് പറഞ്ഞാലും സെയിം ആണ്, പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ തന്നെയാണ്. അതിലൊരു പെർമ്യൂട്ടേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സൈക്കിൾ പെർമ്യൂട്ടേഷനാണ്, കാരണം ഇതിലെ ഇമേജസ് നോക്കൂ, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് താഴെ പോയി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കിട്ടിയോ? അതുപോലെ ഇതൊരു സൈക്കിളാണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നോക്കൂ, ഒരു പെർമ്യൂട്ടേഷൻ ഞാൻ പറയാം. ഇത് എസ്സിലെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? എന്താ അറിയോ? നോക്കൂ, ഇവിടെ നോക്കൂ, 2 കാണാനില്ല, 5 കാണാനില്ല, 6 കാണാനില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ നോക്കൂ, ഇതിന് നമുക്ക് ഈ നൊട്ടേഷൻ, ഈ സിമ്പിൾ നമുക്ക് മാറ്റി എഴുതാം. പെർമ്യൂട്ടേഷൻ നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ള രീതിയിലോട്ട് മാറ്റി എഴുതാം. നമ്മൾ S6 നോക്കുന്നത്. S6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലെറ്റേഴ്സ് അവിടെ വേണം ഡൊമൈനകത്ത്. അപ്പോൾ 6 ലെറ്റേഴ്സ് എഴുതി. ഇവിടെ നോക്കൂ, ഇനി ഇമേജസ് നോക്കാം. 1 3 പോയി, 2 എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? 3 4 പോയി അല്ലേ. പിന്നെ എന്ത് സംഭവിച്ചു? 4 1 പോയി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ബാക്കിയൊന്നും ഇവിടെ എഴുതി കാണുന്നില്ലല്ലോ. പക്ഷെ ഇത് S6 എലമെൻറ്റും ആണെന്ന് പറയുന്നു. അപ്പോൾ 2 5 6 എന്ത് സംഭവിച്ചു അല്ലേ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഇമേജ് എന്താണ്? അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 2 തന്നെ പോകുന്നു. കിട്ടിയോ? ഇവിടെ കാണാത്ത ആളുകൾ അതിലോട്ട് തന്നെ പോകുന്നു. അത് അങ്ങനെയുള്ള ആളുകളെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 4 4 തന്നെ പോകുന്നു.
5 5ലോട്ട് തന്നെ സോറി 4 4ലോട്ടല്ല, 4 1ലോട്ട്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 4 1ലോട്ടാണ്. 5 ഇങ്ങനെ എഴുതിയ 4 1ലോട്ടാണല്ലോ. 5 കാണാനില്ല അല്ലേ? 5 അപ്പോൾ എന്തിലോട്ടാണ് പോകുന്നത്? 5ലോട്ട് തന്നെ. 6നെയും കാണാനില്ല, അപ്പോൾ 6 6ലോട്ട്. അപ്പോൾ ആക്ച്വലി ഇതാണ് ഈ എഴുതിയിട്ടുള്ളത്. കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് ഇവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അതിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കിട്ടിയോ? ഇനി ഇതൊരു സൈക്കിളാന്ന് പറഞ്ഞു, ഇതും ഒരു സൈക്കിളാന്ന് പറഞ്ഞു. ഈ സൈക്കിളുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആളുണ്ട്? 1 2 3 4 5 6. ഇതിൽ ലെങ്ത് 6 ആണ്. ഇതിൻ്റെ ലെങ്തോ 3 ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താ വരുന്നത്? 2 2ലോട്ട് തന്നെ പോകുന്നു. 4 അല്ല 5 5ലോട്ട്. അതിനെങ്ങനെ എഴുതിയാൽ ഇങ്ങനെ എഴുതിയതിൻ്റെ മീനിങ് 2 2ലോട്ട് തന്നെ പോകുന്നു. 5 5ലോട്ട്, 6 6ലോട്ട് തന്നെ പോകുന്നു. ഇങ്ങനെ എഴുതി, അതാണ് അതിൻ്റെ മീനിങ്. ലെങ്ത് 1 ആണ് ഇവിടെ എല്ലാത്തിൻ്റെയും മീൻസ് 2. ഇങ്ങനെ ഒരു സൈക്കിള് പറഞ്ഞു കഴിഞ്ഞാൽ 2 2ലോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ലെങ്ത് 1. 5 5ലോട്ട് തന്നെ പോകുന്നു. 6 6ലോട്ട് തന്നെ പോകുന്നു. കിട്ടിയോ? അപ്പോൾ ഇതാണ് സൈക്കിൾ പെർമ്യൂട്ടേഷൻ, അതിൻ്റെ ലെങ്ത് എന്നുള്ള ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ പോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ സൈക്കിൾ പെർമ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതാണ്ടോ ഇവിടെ നമ്മൾ ടെക്സ്റ്റിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പെർമ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ആ പെർമ്യൂട്ടേഷൻ ഏതാണ്? 1 2 അല്ലേ? അപ്പോൾ സെറ്റ് തന്നിട്ടുള്ളത് 12 ലെറ്റേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഇമേജസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 8ലോട്ട് പോകുന്നു. അപ്പോൾ 1,8 8 6ലോട്ട് പോയി. കണ്ടോ? അറേഞ്ച് ചെയ്യണം ഇവിടെ. 6 9ലോട്ട് വന്നു. 9 1. അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇതാണ്ടോ? തുടങ്ങിയിടത്ത് നിന്ന് തന്നെ അവസാനിച്ചു. അപ്പോൾ 1 8 6 9 എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. പിന്നെ 2 2ലോട്ട് തന്നെ പോകുന്നു. പിന്നെ അടുത്ത സൈക്കിൾ തുടങ്ങുന്നു. 3 10ലോട്ട് 10 3ലോട്ട്. അപ്പോൾ 3, 10. ഇവിടെ എന്ത് വരുന്നു? 4 11 11 12ലോട്ട് 12 7ലോട്ട്. അപ്പോൾ ഇവിടെ 4 11 12 7 എന്ന് പറഞ്ഞ വേറൊരു സൈക്കിള്. ഇവിടെ വേറൊരു സൈക്കിൾ ഏതാണ് വരുന്നത്? 5. അപ്പോൾ ഈ പെർമ്യൂട്ടേഷനെ നമുക്ക് വേണമെങ്കിൽ സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. നമുക്ക് എഴുതാൻ പറ്റും. കിട്ടിയോ? പക്ഷേ അതുപോലെ നോക്കൂ, 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഒരു സൈക്കിൾ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. 2 സൈക്കിളുടെ 2 പെർമ്യൂട്ടേഷൻസ് എടുക്കുന്നു, അത് രണ്ടും സൈക്കിൾ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റും ഒരു സൈക്കിൾ ആണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പ്രോഡക്റ്റ് നീഡ് നോട്ട് ബി എ സൈക്കിൾ എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നോക്കൂ, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. S5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. S5 എന്ന് പറയുമ്പോൾ എന്താണ്? പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ്. അവിടെ എത്ര ലെറ്റേഴ്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻസ് ആണ്? 5 ലെറ്റേഴ്സ്. 1 2 3 4 5. അപ്പൊ അതിലൊരു പെർമ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പെർമ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു സൈക്കിൾ ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എഴുതി നോക്കണം. 1 3ലോട്ട് പോകുന്നു, 3 4ലോട്ട് പോകുന്നു, 4 1ലോട്ട് പോകുന്നു. ബാക്കി ആളുകളൊക്കെ എന്താണ്? 2 2ലോട്ടും 5 5. അപ്പൊ ഇതൊരു സൈക്കിളാണ്. ആ സൈക്കിളിന്റെ ലെങ്ത് എന്താണ്? ഇതൊരു സൈക്കിളാണ്. ഈ പെർമ്യൂട്ടേഷൻ ഒരു സൈക്കിളാണോ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി നോക്കുക. 1 തുടങ്ങുക. 1 3ലോട്ട് പോയി, 3 4ലോട്ട് പോയി, 4 1ലോട്ട് പോയി. ബാക്കിയുള്ള ആളുകളെല്ലാം അതിലോട്ട് തന്നെ പോകണം. ബാക്കിയുള്ള ആളുകളുടെ ഇമേജ് ഇപ്പൊ 2 വേറൊരു ഇതിലോട്ടാണ് പോകുന്നതെങ്കിൽ സൈക്കിൾ ആവില്ല. പക്ഷെ ഇവിടെ 2 2ലോട്ടും 5 5ലോട്ടും തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇതൊരു സൈക്കിളാണ്. ആ സൈക്കിളിന്റെ ലെങ്ത് എത്രയാണ്? 1 3ലോട്ട്, 3 4ലോട്ട്. എത്ര വരുന്നത്? 1, 3, 4 അല്ലേ വരുന്നത്? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇതാണ് 1 3 4. ഇതിനെങ്ങനെ എഴുതി കൂടെ? 1 3 4 എന്ന് എഴുതി കൂടെ? അങ്ങനെ ഒറ്റ ആളായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ, ബാക്കിയുള്ള ആളുകൾ ഞാൻ പറഞ്ഞു 2 2ലോട്ട് തന്നെ പോവുകയാണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊരു സൈക്കിളാണ്. ഇനി ഇതൊരു സൈക്കിളാണോ? 1 2 3 4 5 3 5 4 1 2 സൈക്കിളാണോ നോക്കാം കേട്ടോ. അപ്പൊ എങ്ങനെ? 1 3ലോട്ട് 1, 3 3, 4. അപ്പൊ 1, 3, 4 അത്രേ വരുന്നുള്ളൂ. ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയി. കണ്ടോ? 1 3 1, 3, 4 ഇതാ ഇത് മാത്രം വന്നു.
ഇനി അടുത്തുണ്ട്, ബാക്കിയുണ്ട്. എന്താ വരുന്നത്? 2,5. അപ്പോൾ ഇതൊരു സൈക്കിൾ അല്ല. രണ്ടാളുകളുടെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ ഇവിടെ എഴുതാൻ പറ്റുന്നു. ഒരു സൈക്കിളായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ ഇവിടെ? ദിസ് ഇസ് നോട്ട് എ സൈക്കിൾ, ബട്ട് ദിസ് ഇസ് എ സൈക്കിൾ. കിട്ടിയോ? ഇത് പ്രോഡക്റ്റ് ഓഫ് 2 സൈക്കിൾസ് ആണ്. കിട്ടിയോ? അപ്പോൾ ഇത് തന്നെ നമുക്ക് പറയാം, 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് എന്താവണമെന്നില്ല, സൈക്കിൾ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് തന്നെ എടുത്താൽ മതി. ഈ 2 സൈക്കിൾ ഇപ്പം ഇവിടുന്ന് തുടങ്ങുകയെന്ന് വിചാരിക്കുക. ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കോമ്പോസിഷൻ അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. പക്ഷെ ഇത് സൈക്കിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ദിസ് ഇസ് നോട്ട് എ സൈക്കിൾ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 സൈക്കിൾസ് എന്ന് പറയുന്നത് സൈക്കിൾ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ് നീഡ് നോട്ട് ബി എ സൈക്കിൾ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഡയഗ്രാം ഉണ്ടല്ലോ, 1 8 പോയി, 8 6 വന്നു, 6 9 9 1 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു എക്സാമ്പിൾ ഇതാ. ഈ എക്സാമ്പിളിൽ ആ സൈക്കിൾ നൊട്ടേഷനാണ് പറഞ്ഞിട്ടുള്ളത്. 2 2 തന്നെ പോകണമെന്ന് കാണിക്കുന്നു. അതുപോലെ 3 10 10 3 പിന്നെ 4 ഇതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2 സൈക്കിൾസും ഇതുണ്ടോ, അതാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു സൈക്കിളാണോ ചോദിക്കുന്നുണ്ട്. ബി സൈക്കിൾസ് ഇൻ S6. ദെൻ 1 4 2 5 നമുക്ക് എങ്ങനെ 1 4 2 5 S6 1 4 2 5 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ബാക്കി ആളുകളൊക്കെ എവിടെ പോയി? 3ഉം 6 ഒന്നും കാണാനില്ലല്ലോ, എവിടെ പോയി? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 4 പോകുന്നത് അല്ല. അപ്പൊ ആദ്യം മേലെ S6 എന്ന് പറയുമ്പോൾ 6 എലമെന്റ്സ് എഴുതി. പിന്നെ അവിടെ നോക്കൂ, ഇമേജസ് നോക്കാം. 1 4 പോയി, 4 2 വന്നു, 2 5 വന്നു, 5 1 വന്നു. അപ്പൊ ബാക്കിയുള്ള ആളുകൾ എങ്ങോട്ടാ? ബാക്കി ഇവിടെ കാണുന്ന ആളുകൾ അതിലോട്ട് തന്നെയാണ്. അപ്പൊ 3ഉം 6ഉം അതിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. കിട്ടിയോ? ഇനി 2 6 3 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 6 3 S6 കേട്ടോ. അപ്പൊ 1 2 3 4 5 6 1നെ ഇവിടെ കാണാനില്ല അല്ലെ, അവിടെ നിർത്തിക്കോട്ടെ. അപ്പൊ ഇവിടെ ബ്ലാങ്ക് ആയി വിടാം. 2 6 പോകുന്നു, 6 3 പോകുന്നു, 3 2 പോകുന്നു. അപ്പൊ അത് എഴുതി. ബാക്കി ബ്ലാങ്കായി വിട്ടിട്ടുള്ള ആളുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? അതിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ 2 സൈക്കിൾസ് നമ്മൾ എടുത്തു. S6 1 4 2 5 2 6 3 അതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കോമ്പോസിഷൻ. അപ്പൊ പ്രോഡക്റ്റ് എന്ത് കിട്ടി? ഇവിടെ പ്രോഡക്റ്റ് സൈക്കിൾ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ചില കേസിൽ കിട്ടാം, ചില കേസിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നീഡ് നോട്ട് ബി എ സൈക്കിൾ എന്ന് പറഞ്ഞു. ഇവിടെ സൈക്കിളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്ക്. 1 4 2 5 1 4 2 5 എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തന്നെ എടുക്കുക. ഇതൊരു പെർമ്യൂട്ടേഷൻ ആണല്ലോ, ഇതൊരു സൈക്കിളാണ്. ഇതിന്റെ തന്നെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ എന്താ വരുന്നത്? ഇത് കിട്ടിയിട്ടുള്ള ആള് ഈ പ്രോഡക്റ്റ് എന്താ വരുന്നത്? സൈക്കിളാണോ? അല്ല. 1 2 2. അപ്പൊ അതൊരു 1 2. പിന്നെന്താ വരുന്നത്? 4 5 അല്ലേ? അപ്പൊ അതൊരു സൈക്കിൾ അല്ല. അപ്പൊ അതാണ് ചിലപ്പോ സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് നീഡ് നോട്ട് ബി എ സൈക്കിൾ. അപ്പൊ ലെങ്ത് ഓഫ് എ സൈക്കിൾ എന്താന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ പറയാൻ പോകുന്നത് എപ്പോഴാണ് 2 സൈക്കിൾസ്. ഇവിടെ 2 സൈക്കിൾസ് പറയുന്നുണ്ട് അല്ലെ, സിഗ്മയും ടോയും. എവിടെയാണ് പറയുന്നത്? സെറ്റ് എസിലാണ് പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കിട്ടിയല്ലോ? അപ്പൊ ഈ 2 ഡിസ്ജോയിന്റ്, നമ്മൾ 2 സെറ്റുകൾ ഡിസ്ജോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെ 2 സൈക്കിളുകൾ ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 സൈക്കിളാണ്, ഇത് ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ AI not equal to BJ. AI not equal to BJ for all I and J. അങ്ങനെയാണെങ്കിൽ രണ്ടും ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആണെന്ന് പറയും. അപ്പൊ ഡിസ്ജോയിന്റ് സൈക്കിൾ എന്താന്നുള്ളത് നോക്കി. ഇനി നമ്മൾ സാധാരണഗതിയിൽ നോക്കൂ, സിഗ്മ 2 പെർമ്യൂട്ടേഷൻസ്. ഇപ്പൊ എസിലെ 2 പെർമ്യൂട്ടേഷൻസ് ആണ് സിഗ്മയും ടോയും എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് സിഗ്മ കോമ്പോസിഷൻ ടോ, അതാ നോക്കൂ, സിഗ്മയും ടോയും 2 പെർമ്യൂട്ടേഷൻസ് ആണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ 1 2 3 എന്ന് പറയുന്ന ലെറ്റേഴ്സ് S3 എലമെന്റ്സ് ആണ് ഈ 2 പെർമ്യൂട്ടേഷൻസ്. അപ്പൊ സിഗ്മ ടോ എന്ന് പറഞ്ഞാൽ സിഗ്മ കോമ്പോസിഷൻ ടോ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. നോക്കുക, ശ്രദ്ധിക്കുക. ഇനി ഇതിനെ തിരിച്ചിട്ട് ചെയ്യാം. അതായത് ടോ കോമ്പോസിഷൻ സിഗ്മ അല്ലെങ്കിൽ ടോ സിഗ്മ. ടോ ഇതാണല്ലോ. അപ്പൊ 1 2 3 3 2 1. പക്ഷെ ഇവിടെ എന്താ വന്നത്? 2 വ്യത്യാസമല്ലേ? ഇനി ഈ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് 1 3 പോകുന്നത്. പക്ഷെ ഇവിടെ 1 2. അപ്പൊ 2 മാപ്പിങ്ങും വ്യത്യാസമാണ്. അപ്പൊ സിഗ്മ കോമ്പോസിഷൻ ടോ നോട്ട് ഈക്വൽ ടു ടോ കോമ്പോസിഷൻ സിഗ്മ.
ആവണമെന്നില്ല കേട്ടോ. നമ്മൾ ഇൻഡിജേഴ്സ് ഒക്കെ 2 × 3 6, 3 × 2 6 അങ്ങനെ പറയുന്ന പോലെ ഇവിടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലായോ? ഇനിയിപ്പോൾ ഇത് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് കമ്മ്യൂട്ട് ചെയ്യുന്നു. COMMUT കമ്മ്യൂട്ട് ചെയ്യണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ്ട കമ്മ്യൂട്ട്. ഇങ്ങനെയാണെങ്കിൽ സിഗ്മയും ടോയും കമ്മ്യൂട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടും ഈക്വൽ ആണെങ്കിൽ. സാധാരണ നീഡ് നോട്ട് ബി ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റും. കിട്ടിയല്ലോ?